ഡു മൈ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ടുഡേ സ്പെഷ്യലിൽ നമ്മൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. എല്ലാവരും പോസ് ചെയ്ത് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം തനിയെ അത് ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രം സൊല്യൂഷൻ പാർട്ട് കാണുക. ഇത് IBPS PU എക്സാം 2015 ക്വസ്റ്റ്യനാണ്. നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചങ്ങ് ചെയ്യുകയാണ്. A earns an interest of rupees 2,880 on a certain sum when it is invested for 3 years offering 6% simple interest per annum. B earns an interest of rupees 4,000 on a certain sum when it is invested for 5 years offering 6% simple interest per annum. റേറ്റ് സെയിം ആണ് ഇവിടെ. നമുക്കറിയേണ്ടത് സം ഇൻവെസ്റ്റഡ് ബൈ എ ഈസ് വാട്ട് പെർസെൻറ്റ് മോർ ദാൻ ദാറ്റ് ഇൻവെസ്റ്റഡ് ബൈ ബി ആ. ഇത് കണ്ടുപിടിക്കാൻ A/B കണ്ടുപിടിച്ചാൽ മതി. ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഒരൊറ്റ റിലേഷനിൽ ഞാനങ്ങ് എഴുതാൻ പോവുക. എ ഇൻവെസ്റ്റ് ചെയ്ത സം എ ആണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് A ഇൻറ്റു 3% ആയിരിക്കുമല്ലോ. 3 years 6% ആയാൽ 3% കിട്ടും. ഡിവൈഡ് ബൈ ബി ഇൻവെസ്റ്റ് ചെയ്ത സം ബി ആണെങ്കിൽ അത് 5 years 6% ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് B ഇൻറ്റു 5% ആയിരിക്കുമല്ലോ. ഇത് ഓരോന്നും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 2,880 4,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഒറ്റ ഇക്വേഷൻ ആദ്യം തന്നെ അങ്ങ് എഴുതാം. സിംപ്ലിഫൈ ചെയ്താൽ വെറുതെ 6% അങ്ങ് വെട്ടിപ്പോയി. 3യും അത് 288 വെട്ടിക്കളയാൻ 9 times 27 18 96 കിട്ടും. 5ഉം 40 അങ്ങ് വെട്ടിക്കളയാം, ഒരു 8 കിട്ടും. ആ 8 ഞാൻ അവിടെ എഴുതത്തോലുമില്ല. 96 ആയിട്ട് അങ്ങ് വെട്ടി 12 എന്ന് കിട്ടും. ഇപ്പോൾ 120/100 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ 120/100. അതിനെ ഇനി ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. കാരണം A/Bയേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് ഇവിടെ നോക്കിയാൽ തന്നെ 100 120 കിട്ടുമ്പോൾ അപ്പോഴേ ആൻസർ 20% എന്ന് എഴുതാം. ഇങ്ങനെയുള്ള എളുപ്പവഴികളാണ് നമ്മൾ ശീലിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. എല്ലാവരും പോസ് ചെയ്ത് എഴുതിയെടുക്കുക. അതിനുശേഷം തനിയെ ചെയ്യുക. അതിനുശേഷം മാത്രം സൊല്യൂഷൻ പാർട്ടിലേക്ക് പോവുക. ഇത് IBPS PU പ്രിലിംസ് 2017 ക്വസ്റ്റ്യനാണ്. സൊല്യൂഷനിലേക്ക് പോകും. ഞാൻ വായിച്ചങ്ങ് ചെയ്യുകയാണ്. A certain sum of money amounts to rupees 1,008 in 2 years. 2 years കൊണ്ട് 1,008 ആയി. And the same sum of money amounts to rupees 1164 in 3 years and 6 months. എന്നുവെച്ചാൽ 3.5 വർഷം കൊണ്ട് ഇത്രയായി. ഇവിടെ നിന്നൊരു കാര്യം ഒറ്റയടിക്ക് മനസ്സിലാവും. ഈ ഡിഫറൻസായ 1.5 വർഷത്തെ ഇൻട്രസ്റ്റ് ഈ ഡിഫറൻസ് ആയിരിക്കുമല്ലോ. 1008ഉം 1164 തമ്മിലുള്ള ഡിഫറൻസ് 156 ആണ്. ഈ 156 എന്ന് വെച്ചാൽ 1.5 വർഷത്തെ ഇൻട്രസ്റ്റാണ്. ഇവിടെ 2 ഇയേഴ്സിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് 2 ഇയേഴ്സിലേക്ക് മാറ്റാൻ പോവുക. 1.5 വർഷത്തെ അറിയാം, 2 വർഷത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 2/1.5 എന്ന് എഴുതിയാൽ മതി. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ എളുപ്പത്തിന് ഇതിൻ്റെ ഡബിൾ അങ്ങ് എഴുതിയാൽ മതി. 4/3 എന്നങ്ങ് എഴുതിയാൽ മതി. 3 കൊണ്ട് 156 കിട്ടിയ 52 കിട്ടും. 52 × 4 208 എന്ന് കിട്ടും. എന്താണ് ഈ 208? 2 ഇയേഴ്സ് ഇൻട്രസ്റ്റ് ആണ്. 1.5 അറിയാം, 2 കണ്ടുപിടിക്കാൻ ആണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ 2 ഇയേഴ്സ് ഇൻട്രസ്റ്റ് ആണ് 208. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് 208 ആണ്. ഇൻട്രസ്റ്റ് 208 ആണെങ്കിൽ ബാക്കി പ്രിൻസിപ്പലായിരിക്കും. അത് 800. അപ്പോൾ 800 പ്രിൻസിപ്പൽ എന്ന് കിട്ടി, നേരെ കിട്ടി. എന്തിനാണ് നമുക്ക് വേണ്ടേ? ഫൈൻഡ് ദ സം ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ വേണം. ഈ 208 2 ഇയേഴ്സ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർഷത്തെ ഇൻട്രസ്റ്റ് 104.
800 രൂപയ്ക്ക് ബൈ 800 ഇൻറ്റു 100 റേറ്റായി ഈക്വൽ ടു 13. അപ്പോൾ റേറ്റുമായി സമമായി 813%. സെക്കൻഡ് ഓപ്ഷനായിട്ട് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യാം. പാസ് ചെയ്ത് എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം തനിയെ ചെയ്യുക. അതിനുശേഷം മാത്രം സൊല്യൂഷൻ കാണുക. ഇത് IBPS PO പ്രിലിംസ് 2016 ക്വസ്റ്റ്യനാണ്. നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ഞാൻ വായിച്ചങ്ങ് ചെയ്യുകയാണ്. രവി ഇൻവെസ്റ്റഡ് റുപ്പീസ് P ഇൻ എ സ്കീം A. റുപ്പീസ് P ആണ് ഇട്ടത്. ഓഫറിങ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 10% പെർ ആനം ഫോർ 2 years. 10% പെർ ആനം ഫോർ 2 years ഇട്ടാൽ 20% ഇൻട്രസ്റ്റ് കിട്ടും നമുക്കറിയാം. ഹി ഇൻവെസ്റ്റഡ് ദ ഹോൾ എമൗണ്ട് ഹി റിസീവ്ഡ് ഫ്രം സ്കീം A. മൊത്തം എമൗണ്ട് Pയുടെ 120%ആണ് കിട്ടിയത്. P ഒരു 100 ആണെന്ന് വിചാരിക്കാം. P 100 ആണെങ്കിൽ ഇയാൾക്ക് 20% ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഹോൾ എമൗണ്ട് 120 ആണ്. അത് അയാൾ എന്ത് ചെയ്തു? ഹി ഇൻവെസ്റ്റഡ് ദ ഹോൾ എമൗണ്ട് ഹി റിസീവ്ഡ് ഫ്രം സ്കീം A ഇൻ അനദർ സ്കീം B. ഇത് സ്കീം A ആണ്. സ്കീം Bയിൽ അയാൾ ഇട്ടു ഈ 120 ഇട്ടു. ഓഫറിങ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് 12% പെർ ആനം ഫോർ 5 years. 12% പെർ ആനം ഫോർ 5 years ഇട്ടാൽ ഈ 120 കൊണ്ടുപോയി 12% പെർ ആനം ഫോർ 5 years, അതായത് 60% ഇൻട്രസ്റ്റ് കിട്ടും. 120യുടെ 60% എത്രയാണ്? അതൊക്കെ മനസ്സിൽ വരണം. 12 72 ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ആദ്യത്തെ കേസിൽ 20 ഇൻട്രസ്റ്റ് കിട്ടിയത്, ഇപ്പം 72 ഇൻട്രസ്റ്റ് കിട്ടി. എന്താ ഇവിടെ പറയുന്നത്? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഏൺ ഫ്രം സ്കീംസ് A ആൻഡ് B, ഈ ഡിഫറൻസ് നമ്മളിവിടെ 52 ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ 52 ഡിഫറൻസ് കിട്ടി 100 രൂപ ആയിരുന്നെങ്കിൽ, ഈ ഇൻവെസ്റ്റ് ചെയ്തത് 100 രൂപ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഈ സ്കീംസിലുണ്ടാക്കിയ ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് 52 കിട്ടുമായിരുന്നു. അപ്പം ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് 52 ആണെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് 100 രൂപയായിരിക്കും. അപ്പോൾ 52ന് 100 ഉറപ്പായി. അതവിടെ നിൽക്കട്ടെ. എന്ത് നമുക്ക് അറിയേണ്ടത്? ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻട്രസ്റ്റ് ഏൺ ഫ്രം സ്കീംസ് A ആൻഡ് B വാസ് ₹1300, ഈ 52ൻ്റെ സ്ഥാനത്താണ് 1300. അപ്പോൾ 52ന് 100 ആണെങ്കിൽ 1300ന് എത്ര? 52ന് അറിയാം. 1300 എത്രയാണെന്ന് ചോദിച്ചാൽ 52ന് അറിയാം 100 ആണെന്ന്. 52ന് അറിയാം 1300 എത്രയെന്ന് ചോദിച്ചാൽ ബൈ 52 ഇൻറ്റു 1300. ഇങ്ങനെയൊക്കെ റിലേഷൻസ് മനസ്സിൽ നിന്ന് വരണം, എന്നാലേ പറ്റൂ. 13 52 കൂട്ടിയിട്ട് 4 കിട്ടും. 4 150 25 കിട്ടും. 25 ഈ 2 0 ചേരുമ്പം 2500. ഇതാണ് വളരെ ശ്രദ്ധിക്കാനുള്ളത്. ഈ ഡിഫറൻസ് 52 ആണെങ്കിൽ എമൗണ്ട് 100 ആയിരിക്കും. അപ്പോൾ 52ന് അറിയാം 1300ന് എത്ര എന്നാണ്. 52ന് അറിയാം 1300 എത്രയെന്ന് വെച്ചാൽ ബൈ 52 ഇൻറ്റു 1300. ആൻസർ 2500. ഇങ്ങനെയെല്ലാം ഇതെല്ലാം ടോപ്പിക് നല്ല തറവാണെങ്കിൽ മാത്രമേ ഇങ്ങനെ മാറ്റി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പടപടാന്ന് ഇങ്ങനെ എഴുതാൻ പറ്റൂ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത്. ടോപ്പിക്സ് നല്ല തറവാക്കണം. നമ്മുടെ ചാനലിൽ ഇൻട്രസ്റ്റിൻ്റെ ചാപ്റ്ററിൽ വീഡിയോസ് കിടപ്പുണ്ട് ഇഷ്ടം പോലെ. എല്ലാവരും പോയി കാണുക. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാം ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ വിട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ബേസ് കിട്ടും. ഈ സ്ട്രോങ് ബേസ് നോളജ്, ആ നോളജാണ് ഇതെല്ലാം. ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞൊക്കെ വന്നാലും പൂച്ച എങ്ങനെ വീണാലും 4 കാലയിൽ നിൽക്കൂ, അറിയാമല്ലോ അല്ലേ? എത്ര പൊക്കത്തിൽ നിന്ന് പൂച്ച വീണാലും 4 കാലയിൽ നിൽക്കൂ. പൂച്ചയ്ക്ക് നിൽക്കാനുള്ള വിദ്യ അറിയാവുന്നതുകൊണ്ടാണ്. അതാണ് ഇവിടെ വേണ്ടത്. നല്ല നോളജ് ഉണ്ടാക്കുക. ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അറിയുക. എത്ര മുകളിൽ നിന്ന് വീണാലും 4 കാലയിലല്ല, 2 കാലേ നമുക്കുള്ളെങ്കിൽ നമ്മൾ 8 കാലിൽ നിൽക്കുന്നതിൻ്റെ ഉറപ്പ് ഉണ്ടാവും നോളജ് ഉണ്ടെങ്കിൽ
മാത്രം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്.